കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീട്ടിലെത്തിയ നിധി നടന്ന സംഭവങ്ങളെല്ലാം സുഭാഷിനോടും കൂട്ടരോടും വിവരിക്കുകയാ. അച്ഛൻ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാനാകുമായിരുന്നു ആശുപത്രിയിൽ. എനിക്കുള്ളത് അച്ഛൻ വാങ്ങിയതെന്ന് നിധി പറയുമ്പോൾ, എടോ തൻ്റെ ചേട്ടനെന്താ വലിയ റൗഡിയാണോ? കത്തിയും കയ്യിൽ വെച്ചോണ്ടാണോ പുള്ളിയുടെ നടപ്പ്? ഇതുകൊണ്ടാണ് ഞാൻ കൂടെ വരാം എന്ന് പറഞ്ഞിരുന്നത് എന്ന് സുധീഷ് പറയുമ്പോൾ, എടാ അത് വിടെന്ന് പറഞ്ഞ് സുഭാഷ് ഉമ്മറത്ത് കയറിയിരിക്കുന്ന അച്ഛൻ്റെ അരികിലേക്ക് ചെന്ന്, അച്ഛ കൈ നോക്കട്ടെ എന്ന് പറഞ്ഞ് കൈ പിടിക്കാനായി ശ്രമിക്കുമ്പോഴേക്കും, വിടടാ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, എന്തിനാടാ കത്തിക്കുത്തേറ്റ് ചാവാൻ കിടക്കുന്ന പോലെ ട്രീറ്റ് ചെയ്യുന്നേ? ഐ ആം എ സ്ട്രോങ് മാൻ, ഈ മുറിവൊക്കെ ഭാസ്കറിന് പുല്ലാടാ, നിസ്സാരം എന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാ. സുഭാഷ് വീണ്ടും നിധിയോടായി, അച്ഛൻ കൂടെ വന്നത് ഞങ്ങൾ ആരും അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ, രാവിലെ വഴിയിൽ വെച്ച് വണ്ടി തടഞ്ഞ് കയറുമായിരുന്നു എന്ന് നിധി. തനിക്ക് ശല്യമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, അയ്യോ ഇല്ല പാവം, എന്റെ കൂടെ വന്നതുകൊണ്ടാ ഇങ്ങനെ ഉണ്ടായത് എന്ന് നിധി പറയുമ്പോൾ, ഒരു കണക്കിന് അത് നന്നായി, അല്ലെങ്കിൽ മോള് പെട്ടുപോയേനെ. ബാൻഡേജ് ഒക്കെ ഉണ്ടല്ലോ, ആശുപത്രിയിൽ പോയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, പോയി, മരുന്ന് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാ ഇപ്പോൾ വേദന അറിയാത്തത് എന്ന് നിധിയും. നിനക്കൊന്നും പറ്റിയില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ, എനിക്കൊന്നും പറ്റിയില്ല, ഞാൻ പറഞ്ഞില്ലേ അതിനച്ഛൻ സമ്മതിച്ചില്ല എന്ന് പറയുമ്പോഴേക്കും ഭാസ്കരനും ബീഡിയും വലിച്ച് അവിടെ പാട്ട് തുടങ്ങി കഴിഞ്ഞിരുന്നു. ദേഷ്യം ചിരിയോടെ കത്തിക്കുത്തേറ്റാലും പാട്ടിന് കുറവൊന്നുമില്ല എന്ന് കളിയാക്കി പറയുമ്പോൾ, അത് വിടടാ പാവം, വേദനിക്കുന്നുണ്ടാവും പറയാത്തതാ എന്ന് സുഭാഷും. സുധീഷ് അപ്പോഴേക്കും നിധിയോടായി, പിന്നെ ഒരു കാര്യം കൂടി, ഇനി മേലാൽ താൻ ഒറ്റയ്ക്ക് എങ്ങോട്ടും പോണ്ട, ഞങ്ങൾ ആരെങ്കിലും കൂടെ വരും, മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ, സുഭാഷേട്ടാ ഞാൻ അകത്തേക്ക് കയറട്ടെ എന്ന് പറഞ്ഞ് നിധി അകത്തോട്ട് കയറി പോവുകയാ. സുഭാഷും ഹരീഷിനെയും കൂട്ടി അകത്തോട്ട് കയറി പോകുമ്പോഴേക്കും നികേഷ് സുധീഷിന് അരികിലേക്ക് ചെന്ന്, ആ ഗ്യാപ്പ് നോക്കി എല്ലായിടത്തും കൂടെ പോകുന്നത് ഉറപ്പിച്ചെടുക്കാൻ നോക്കിയല്ലേ കള്ള എന്ന് ചോദിച്ച് അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും സുധീഷും ഒരു ചിരിയോടെ മുറ്റത്ത് നിൽപ്പാ. പിന്നീട് അടുക്കളയിൽ പാചകത്തിലായിരുന്ന സുഭാഷും അച്ഛൻ്റെ കാര്യമോർത്ത് ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും അച്ഛനും ഉമ്മറത്തെ കട്ടിലിരുന്ന് പാട്ട് തുടങ്ങി കഴിഞ്ഞിരുന്നു. അവിടെ ഡൈനിങ് ഹാളിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നികേഷ്. അരികെ തന്നെ ഒരു കസേരയിൽ ഹരീഷ് മൊബൈൽ നോക്കിയിരിപ്പാ. സുധീഷ് അപ്പോഴേക്കും നികേഷിന്റെ അരികിലേക്ക് വന്ന്, നികേഷേ ഇനി കയ്യിലെ വേദന പാട്ട് പാടി ഇല്ലാതാക്കാൻ നോക്കുകയാണോ എന്ന് പറയുമ്പോൾ, ഒന്ന് മിണ്ടാതിരുന്നേ, ആ പാട്ട് കേട്ടിട്ട് എനിക്കാ വേദന എന്ന് ഹരീഷും. അപ്പോഴേക്കും നിധിയും സന്തോഷത്തോടെ അങ്ങോട്ട് വന്ന്, അതെ ഒരു കാര്യമുണ്ട്, നമ്മൾ സുഭാഷേട്ടന് വേണ്ടി മാട്രിമോണിയിൽ പരസ്യം ചെയ്തിരുന്നില്ലേ എന്ന് നിധി ചോദിക്കുന്ന കേട്ട് വല്ല റിക്വസ്റ്റും വന്നോ എന്ന് സുധീഷും. നമ്മൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് അയച്ചാൽ ആരും മറുപടി അയച്ചില്ല, പക്ഷേ ഒരാൾ ഇങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് നിധി പറയുന്നത് കേൾക്ക് സന്തോഷത്തോടെ, അതെ സൂപ്പറായി എന്ന് പറഞ്ഞ് നികേഷും അവിടെ നിന്ന് എഴുന്നേൽക്കുകയാ. കുട്ടിയുടെ വീട് എവിടെയാ എന്ന് പതുക്കെ സുധീഷ് ചോദിക്കുമ്പോൾ, ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാ, മംഗലാപുരം, അവിടെ തന്നെയുള്ള ഒരു ജുവല്ലറി ഷോപ്പിലെ സെയിൽസ് ഗേളാ എന്ന് നിധി പറയുമ്പോൾ, അത് കലക്കി, എപ്പോഴും നമ്മൾ അന്വേഷിച്ചു പോവാറല്ലേ പതിവ്, ഇതിപ്പോ ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നതല്ലേ, അതുകൊണ്ട് നടക്കും എന്ന് നികേഷും സന്തോഷത്തോടെ പറയുകയാ. അത് കേൾക്കെ സുധീഷും, പക്ഷേ എനിക്കൊരു സംശയം, സുഭാഷേട്ടൻ ആ സുനന്ദയുടെ കാര്യത്തിൽ വിഷമത്തിലാ, ഇപ്പൊ തന്നെ നമ്മൾ പെണ്ണ് നോക്കിയാ എന്ന് സംശയത്തോടെ പറയുമ്പോൾ, പെണ്ണ് നോക്കിയതല്ലേ ഉള്ളൂ, നടത്തുന്നില്ലല്ലോ, ഇപ്പോഴേ നോക്കിയാലല്ലേ ശരിയാവോ എന്ന് നികേഷും. ഹരീഷും, എന്റെ അഭിപ്രായത്തിൽ സുഭാഷേട്ടനെ കൊണ്ട് എത്രയും പെട്ടെന്ന് കെട്ടിക്കുക തന്നെ നല്ലത്, അത് സുനന്ദയുടെ വീട്ടുകാർക്ക് കൂടിയുള്ള നമ്മുടെ മറുപടിയായി കണ്ടാ മതി, അവളുടെ കല്യാണം നടക്കുന്ന അതേ ദിവസം സുഭാഷേട്ടന്റെ കല്യാണവും നടക്കണം, അല്ലാതെ അന്നത്തെ ദിവസം സുഭാഷേട്ടൻ ഇവിടെ ഇരുന്ന് അവളെയോർത്ത് സങ്കടപ്പെടാൻ ഇടയാവരുത് എന്നൊക്കെ ഹരീഷ് പറയുന്നത് കേട്ട്, അങ്ങനെ അവരുമായി ഒരു ഫൈറ്റിംഗ് ഒക്കെ ആവശ്യമുണ്ടോ എന്ന് നിധിയും. ആവശ്യമുണ്ട്, ഇത്രയും കാലം നമ്മൾ വിട്ടുകൊടുത്തും ഒഴിഞ്ഞു മാറിയും കഴിഞ്ഞില്ലേ, ഇങ്ങനെ ചില വാശികൾ നമുക്കുമുണ്ടെന്ന് കാണിച്ചു കൊടുക്കണം എന്ന് ഹരീഷ് പറയുമ്പോൾ, നൈസ്, അല്ല ആ ചേച്ചിയുടെ ഫോട്ടോ കണ്ടോ എന്ന് നികേഷും. ഉവ്വ് കാണിക്കാമെന്ന് പറഞ്ഞ് നിധി തന്റെ മൊബൈലിൽ അവളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോഴേക്കും അത് കണ്ട് സന്തോഷത്തോടെ, ആഹാ കൊള്ളാലോ എന്നവർ പറയുമ്പോഴേക്കും പുറത്ത് അച്ഛന്റെ പാട്ട് വീണ്ടും തുടങ്ങി കഴിഞ്ഞിരുന്നു. സുഭാഷ് അപ്പോഴും അടുക്കളയിൽ സുനന്ദയെ കുറിച്ച് ആലോചിച്ച് ടെൻഷനോടെ നിൽപ്പാ. സുനന്ദ ആദ്യമായി തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം സുഭാഷ് ഓർത്തെടുക്കുകയാ. സുഭാഷേട്ടന് എന്നെ ഇഷ്ടമാണോ, എനിക്ക് സുഭാഷേട്ടനെ ഇഷ്ടമാ എന്നൊക്കെ കണ്ണു നിറഞ്ഞവൾ പറഞ്ഞതും, തന്നെ പെണ്ണു കാണാൻ വരുന്നതറിഞ്ഞ് അവൾ അന്ന് ഓടി വന്ന് തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതും, അവളുടെ അച്ഛനും അമ്മയും ചേർന്ന് തന്നെ വന്ന് തല്ലിച്ചതച്ചതും, സുനന്ദയെ കൂട്ടിക്കൊണ്ടു പോകുന്നതെല്ലാം ഓർക്കെ അവൻ ടെൻഷനോടെ കണ്ണു നിറഞ്ഞു നിൽപ്പാ.
അവിടെ മൊബൈലിൽ പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് നിധിയുടെ മൊബൈലിൽ അലാറം അടിക്കുന്നത്. എന്താ ഈ നേരത്തെ ഒരു അലാറം എന്ന് നികേഷ് ചോദിക്കുമ്പോൾ അത് അച്ഛന് 3 മണിക്കൂർ കൂടുമ്പോൾ ഒരു മരുന്ന് കൊടുക്കാനുണ്ടായിരുന്നു, അത് ഓർമ്മിക്കാൻ വെച്ചതാ, ഞാൻ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് നിധി പോകുമ്പോൾ എല്ലാവരും സ്നേഹത്തോടെ അവളെ തന്നെ നോക്കി നിൽപ്പാ. അവിടെ ഉമ്മറത്തെ കട്ടിലിൽ കിടന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ഭാസ്കരൻ. അപ്പോഴാണ് നിധി ഗുളികയും വെള്ളവുമായി അങ്ങോട്ട് ചെന്ന് ദാ ഈ ഗുളിക കഴിച്ചോ എന്ന് പറയുമ്പോൾ ഭാസ്കരനും ഗുളികയോ എനിക്കോ? ഐ ഹാവ് എ സ്ട്രോങ് മൈൻഡ് ആൻഡ് ബോഡി മോളെ എന്ന് പറയുമ്പോൾ കുത്തിയപ്പോ അച്ഛൻ്റെ ചോര തന്നെയല്ലേ വന്നത് എന്ന് നിധിയും ചോദിക്കുക. അതെ എന്ന് അച്ഛൻ പറയുമ്പോൾ അപ്പോ എല്ലാവരും കഴിക്കുന്ന പോലെ അച്ഛനും ഗുളിക കഴിക്കണം എന്ന് നിധി പറയുമ്പോൾ ഭാസ്കരനും കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് നീ എന്തിനാ ആളെ വിരട്ടുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ വിരട്ടിയില്ല, ഇനി വിരട്ടിയാലേ കഴിക്കുന്നുള്ളെങ്കിൽ അതുമാവാം എന്ന് പറയുമ്പോൾ അയ്യോ എനിക്കിതൊന്നും ശീലമില്ല മോളെ എന്ന് ഭാസ്കരനും. ശീലമായിക്കോളും ഇതാ എന്ന് പറഞ്ഞ് നിധി ഗുളിക കൊടുക്കുമ്പോഴേക്കും ഭാസ്കരനും അത് കഴിക്കുക. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് സുഭാഷ് ഉമ്മറത്തേക്ക് ഇറങ്ങി വരുന്നത്. അവൻ സന്തോഷത്തോടെ ആ കാഴ്ച നോക്കി നിൽക്കുമ്പോഴേക്കും എന്തേലും കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോ എന്ന് നിധിയും ഓ നന്ദി എന്ന് പറഞ്ഞ് ഭാസ്കരൻ വീണ്ടും തന്റെ പാട്ട് തുടങ്ങുകയാ. നിധിയും ഒരു ചിരിയോടെ അകത്തോട്ട് കയറി പോകുമ്പോഴേക്കും കട്ടിലേക്ക് കിടന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഭാസ്കരനെ നോക്കി നിൽപ്പാ സുഭാഷ്. ആ രാത്രിയിൽ സാന്ദ്ര നിധിയെ വിളിക്കുന്നുണ്ട്. നിധിയും ദേഷ്യത്തോടെ ഏട്ടത്തി പറയണം എന്ന് പറയുമ്പോൾ ഇന്ന് വലിയ പ്രശ്നമായല്ലേ എന്ന് സാന്ദ്ര ചോദിക്കുക. അപ്പോ അവിടെ മറിഞ്ഞു അല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ നീ കോളേജിൽ വരുന്ന വിവരം എങ്ങനെ അറിഞ്ഞുന്നാ എന്ന് സാന്ദ്രയും. നിധിയും ദേഷ്യത്തോടെ അത് എന്നോടാണോ ചോദിക്കേണ്ടത് എന്ന് പറയുമ്പോൾ നീ വരുന്ന വിവരം എന്നോട് പോലും പറഞ്ഞില്ലല്ലോ എന്ന് സാന്ദ്രയും. വരാൻ തീരുമാനിച്ച സമയത്ത് ഏട്ടത്തിയെ ഫോൺ ചെയ്ത് അറിയിക്കാൻ പറ്റിയില്ല. വീട്ടിൽ ആളില്ലാത്ത നേരത്തല്ലേ ഏട്ടത്തിക്ക് വിളിക്കാൻ പറ്റൂ, മിക്കവാറും നേരത്ത് അതെടുക്കാനും പറ്റില്ല. ഇതെന്റെ ഫ്രണ്ട് വിളിച്ച് പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ പോയെന്നേ ഉള്ളൂ. അല്ലേടത്തി ആ നാട് മുഴുവൻ നിങ്ങളുടെ ഭർത്താവ് വിലക്ക് വാങ്ങിയോ? അങ്ങോട്ട് ഞാൻ കാലെടുത്ത് വെച്ച് ആ തേടി വന്ന് ബഹളം ഉണ്ടാക്കുകയാണല്ലോ. എന്നെ വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം അവരാണത്രേ. അതുകൊണ്ട് എന്റെ വിദ്യാഭ്യാസം അവരുടേതായി മാറുമോ? ജനിച്ച വളർത്തണം, പഠിപ്പിക്കണം, അതെല്ലാവരും ചെയ്യുന്നതല്ലേ. ഇനി അത് അച്ഛൻ പറയുവാണെങ്കിൽ മനസ്സിലാക്കാം. നിങ്ങളുടെ ഭർത്താവിന് അത് ചോദിക്കാനും കണക്ക് പറയാനും എന്ത് റൈറ്റ്സാ ഉള്ളത്? ഞാനാണത്രേ അവരുടെ മാനം കളഞ്ഞത്. എന്റെ പ്രസൻസ് അവർക്ക് അപമാനമാണെന്ന്. നിങ്ങളുടെ ഭർത്താവാ കോളേജിന്റെ മുറ്റത്ത് വെച്ച് എന്നോട് മോശമായി പെരുമാറിയത്, എന്നെ തല്ലുക വരെ ചെയ്തു. ഒരു പെൺകുട്ടിയെ പബ്ലിക്കായി അടിക്കുന്നതിൽ അവർക്കൊരു അപമാനവുമില്ല. ഞാൻ നാട്ടിലേക്ക് വന്നതാ അവർക്ക് അപമാനം എന്ന് നിധി ദേഷ്യത്തോടെ പറയുമ്പോൾ സോറി നിധി, എന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്റെ ചേട്ടന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ എന്ന് സാന്ദ്രയും ചോദിക്കുന്നുണ്ട്. ചേട്ടൻ എന്നിങ്ങനെ പറയലേട്ടത്തി, അങ്ങനെ വിളിക്കാൻ തോന്നുന്നില്ല എനിക്ക് എന്ന് നിധി പറയുമ്പോൾ അരുണേട്ടൻ ചെയ്തത് തെറ്റ് തന്നെയാ, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അച്ഛനും അമ്മയും വരെ ചീത്ത പറഞ്ഞു എന്ന് സാന്ദ്ര പറയുമ്പോൾ ഓ ഞാൻ അത് വിശ്വസിക്കണമായിരിക്കും എന്ന് നിധിയും. സത്യമാ നിധി, പക്ഷേ നീ വന്നത് അവർക്കത്ര ഇഷ്ടമായിട്ടൊന്നുമില്ല. അത് പറഞ്ഞ് നിന്നെയും അച്ഛൻ കുറെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു എന്ന് സാന്ദ്ര പറയുന്നത് കേൾക്കെ അതാ പറഞ്ഞത്, നിങ്ങളുടെ ഭർത്താവും അച്ഛനും കൂടി തക്കല മുഴുവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ഇനി തിരുവനന്തപുരത്തു നിന്ന് ആ വഴി എനിക്ക് പോവാൻ കൂടി പാടില്ലെന്നായിരിക്കും നിയമം. അഥവാ കാല് കുത്തണമെങ്കിൽ അവരുടെ അനുവാദം വാങ്ങണമായിരിക്കും. ആ വീട്ടിൽ ജനിച്ചു പോയതുകൊണ്ട് എനിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ടേട്ടത്തി എന്ന് നിധി ദേഷ്യത്തോടെ പറയുമ്പോൾ വിട്, നടന്നത് നടന്നു, ഇനി ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യം? പിന്നെ ഇന്ന് നിന്റെ കൂടെ വന്ന ആളാരാ? ആ മനുഷ്യൻ വളരെ മോശമായി പെരുമാറിയെന്ന അരുണേട്ടൻ പറഞ്ഞത്. അരുണേട്ടൻ അതുകൊണ്ടാണോ ആ മനുഷ്യനെ തല്ലിയത് എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ അടിക്കല്ല കത്തിയെടുത്ത് കുത്തുകയാ ചെയ്തത് എന്ന് നിധി പറയുമ്പോൾ വളരെ മോശമായി ആ മനുഷ്യൻ പെരുമാറിയത് കൊണ്ട് അടിച്ചതെന്നാ അരുണേട്ടൻ പറഞ്ഞത് എന്ന് സാന്ദ്രയും. ആ മനുഷ്യൻ ആരാണെന്നാ അറിയേണ്ടത്? സുധീഷിന്റെ അച്ഛൻ. എന്നെ തനിച്ചു വിടാൻ മടിച്ച് കൂടെ വന്നതാ. ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് ആ മനുഷ്യൻ ചോദിച്ചുള്ളൂ. അതിനാ നിങ്ങളുടെ ഭർത്താവ് ഈ ചെയ്തത്. അല്പം തെറ്റിയിരുന്നെങ്കിലേ ഇന്ന് ഈ വീട് ഒരു മരണ വീടായേനെ. നിങ്ങളുടെ ഭർത്താവ് ജയിലിലും സുധീഷിന്റെ അച്ഛൻ തടഞ്ഞില്ലായിരുന്നെങ്കിലേ നിങ്ങളുടെ ഭർത്താവ് എന്നെ കൊന്നേനെ. നിങ്ങളുടെ ഭർത്താവ് മാത്രം പറയുന്നത് കേട്ട് എന്നോട് സംസാരിക്കാൻ വരല്ലേ ഏട്ടത്തി? ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്തോണ്ടാ ഏട്ടത്തി. മോശമായി പെരുമാറിയെന്ന് നിങ്ങളുടെ ഭർത്താവ് വീട്ടിൽ വന്ന് കള്ളം പറഞ്ഞ ആ മനുഷ്യനുണ്ടല്ലോ, ആളും ഞാനും കൂടി ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഇപ്പോൾ അകത്തായേനെ. അതൊന്ന് ഭർത്താവിന് പറഞ്ഞു കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് നിധി കോൾ കട്ട് ചെയ്യുകയാ. പിന്നീട് സുധീഷ് പുറകുവശത്തിരുന്ന് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നിധി അങ്ങോട്ട് വന്ന് മാട്രിമോണിയൽ ഒരു കുട്ടിയുടെ കാര്യം നോക്കിയിരുന്നില്ലേ, ആ കുട്ടിയുടെ അഡ്രസ്സും ഫോൺ നമ്പറും കിട്ടിയിട്ടുണ്ട്, ഒന്ന് വിളിക്കട്ടെ എന്ന് നിധി ചോദിക്കുമ്പോൾ അയ്യോ അത് ഈ രാത്രി വിളിക്കുന്നത് ശരിയാണോ എന്ന് സുധീഷും. ഓ അതും ശരിയാണല്ലോ, നമ്പർ കിട്ടിയ ഉടനെ വിളിക്കാൻ തോന്നി. രാത്രിയാണെന്ന് ഓർത്തില്ല. ആ കുട്ടി സുഭാഷേട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ മതിയായിരുന്നു അല്ലേ എന്ന് നിധി പറയുമ്പോൾ ഇപ്പൊ നിധി ശരിക്കും ഈ വീട്ടുകാരിയെ പോലെ ആയില്ലേ എന്ന് ചിരിയോടെ സുധീഷും ചോദിക്കുക. അതെന്താ സുഭാഷേട്ടന്റെ കല്യാണം നടക്കണമെന്ന് നിങ്ങൾക്കാർക്കും ആഗ്രഹമില്ലേ
എന്ന് നിധി ചോദിക്കുമ്പോൾ നല്ല കാര്യമായി പോയി. അത് പിന്നെ ഇല്ലാണ്ടിരിക്കോ? അല്ല, നിധിയുടെ ഉത്സാഹം കണ്ട് ഞാൻ പറഞ്ഞതാ എന്ന് സുധീഷും. സുഭാഷ് ഏട്ടൻ ഒരു പാവമാ. സ്വന്തമായിട്ടൊരു ജീവിതം ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ വേണ്ടി ആ മനുഷ്യൻ ജീവിതം പാഴാക്കും. അവസാനം നിങ്ങളൊക്കെ പൊടിയും തട്ടി പോകുമ്പോൾ ആ മനുഷ്യൻ ഒറ്റയ്ക്കാവും. അതുകൊണ്ട് ആദ്യം ഒരു കുടുംബം ഉണ്ടാക്കി വെക്കുന്നത് നല്ലതല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ ഞങ്ങളെ അത്ര വിശ്വാസമില്ല അല്ലേ എന്ന് സുധീഷും. ഇയാളെ പറ്റി ഒട്ടുമില്ലെന്ന് നിധിയും. എന്റെ വിധി. അതല്ല, ആ തിരക്കിനിടയിൽ ചോദിക്കാൻ വിട്ടുപോയി, മറ്റേ സർട്ടിഫിക്കറ്റിന്റെ കാര്യം എന്തായി എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ പ്രിൻസിപ്പൽ ലോങ് ലീവില. മാത്രമല്ല സർട്ടിഫിക്കറ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു പരാതി കൊടുത്ത് FIR സഹിതം അപേക്ഷിക്കണമത്രേ എന്ന് നിധി പറയുമ്പോൾ ഓ അങ്ങനെ ഒരു പറഞ്ഞു എന്ന് സുധീഷും. ഓഫീസിൽ നിന്ന് പറഞ്ഞതാണെന്ന് നിധി പറയുമ്പോൾ ഇത്ര കോംപ്ലിക്കേഷൻ ഉണ്ടോ ഇതിനകത്ത് എന്ന് സുധീഷും ചോദിക്കുക. ഉണ്ടെന്ന് നിധി പറയുമ്പോൾ എന്തായാലും താൻ വിഷമിക്കാതിരിക്കെ, നമുക്ക് ശരിയാക്കി എടുക്കാം എന്ന് സുധീഷ് പറയുമ്പോൾ കോളേജിൽ നിന്ന് ഒരു അക്നോളജ്മെന്റ് ലെറ്റർ തന്നിരുന്നു. അത് സ്റ്റേഷനിൽ കൊടുത്ത് FIR വാങ്ങിക്കാനാ പറഞ്ഞത്. ആ ലെറ്റർ എന്റെ ചേട്ടൻ കീറിക്കളഞ്ഞു. ഇതുണ്ടെങ്കിലല്ലേ സർട്ടിഫിക്കറ്റ് വാങ്ങുമെന്ന് പറഞ്ഞിട്ടാ അത് കീറിയത്. എനിക്കിപ്പോ എന്റെ വീട്ടുകാരെ കുറിച്ച് ഓർക്കുമ്പോൾ പേടി തോന്നുക. ഒന്നുമില്ലെങ്കിലും ഒരേ വയറ്റിൽ പിറന്നവരല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആരോടാ ചെയ്യുന്നതെന്ന് ഒന്ന് ഓർത്തൂടെ എന്ന് നിധി ടെൻഷനോടെ പറയുമ്പോൾ ചില കുടുംബങ്ങൾ അങ്ങനെയാ നിധി. അവർക്കിഷ്ടമുള്ളത് ചെയ്യുന്നത് വരെയേ അവര് നമ്മുടെ കൂടെ ഉണ്ടാവും. എപ്പോ നമുക്കിഷ്ടമുള്ളത് ചെയ്യാൻ തുടങ്ങുന്നതോ അപ്പോൾ തരം മാറുകയും ചെയ്യും എന്ന് സുധീഷ് പറയുമ്പോൾ അത് ശരിയാണോ എന്ന് നിധിയും. അയ്യോ, ആര് പറഞ്ഞു അത് ശരിയാണെന്ന്? തെറ്റു തന്നെയാ. പക്ഷേ ആ തെറ്റിന് അവർക്ക് 1000 ന്യായങ്ങൾ കാണും. ഈ കുടുംബത്തിന്റെ പാരമ്പര്യം, അന്തസ്, പണം, പ്രതാപം, അഭിമാനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ആ സമയത്ത് നമ്മൾ എന്തു പറഞ്ഞാലും അവർക്ക് മനസ്സിലാവുകയും ഇല്ലെന്നേ എന്ന് സുധീഷ് പറയുമ്പോൾ അതാലോചിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബം എത്ര നല്ലതാണെന്നറിയോ? ഞാൻ ചെയ്ത അതേ കാര്യം തന്നെയല്ലേ നിങ്ങളും ചെയ്തത്. എന്നിട്ട് കുടുംബം പ്രശ്നമുണ്ടാക്കിയോ? ഇല്ലല്ലോ. നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി കൂടെ നിന്നില്ലേ എന്ന് നോക്ക്. നാട്ടുകാരെല്ലാം നിങ്ങളുടെ വീടിനെ കുറിച്ച് മോശമായേ പറയുന്നുള്ളൂ. അതേ കാര്യം എന്റെ നാട്ടിൽ വന്ന് ചോദിച്ചാ അയ്യോ ഈശ്വര, രാജീവ് ശങ്കറിന്റെ ഫാമിലി അല്ലേ, ആഹാ ഓഹോ എന്നായിരിക്കും. എന്നാൽ ഉള്ളിലുള്ള ആളുകളുടെ തനി സ്വഭാവം നമുക്കല്ലേ അറിയൂ. നാട്ടുകാർ ഓരോ കുടുംബത്തെ പറ്റിയും പറയുന്നതല്ല ശരി, അതനുഭവിച്ചവർക്കേ മനസ്സിലാവൂ എന്ന് നിധിയും. താൻ മാത്രമാട്ടോ എന്റെ വീടിനെ പറ്റി നല്ലത് പറയുന്നത് എന്ന് സുധീഷ് പറയുമ്പോൾ അങ്ങനെയല്ല, അടുത്ത് പരിചയപ്പെടുമ്പോഴേ അതിന്റെ ഗുണം മനസ്സിലാവൂ. എന്റെ കുടുംബത്തെ അപേക്ഷിച്ച് ഇത് സ്വർഗമാ, ശരിക്കും സ്വർഗം എന്ന് നിധിയും. അപ്പോ ഇയാൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു അല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഈ വീടിന് ഒരു കുഴപ്പവുമില്ല, ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും നല്ലവരാ എന്ന് നിധി പറയുമ്പോൾ എന്റെ അച്ഛനല്ലേ, അതിന് പറഞ്ഞിട്ടും കാര്യമില്ല, പുള്ളി നന്നാവാനൊന്നും പോകുന്നില്ലെന്ന് സുധീഷും. അയ്യോ അതൊരു പാവം, ഞാൻ ഉദ്ദേശിച്ചത് ഇയാളെ തന്നെയാ എന്ന് പറഞ്ഞ് നിധി പോകുമ്പോഴേക്കും അയ്യോ ഞാനോ, ഇങ്ങനെ മനസാക്ഷിയില്ലാതെ സംസാരിക്കരുതേ എന്ന് സുധീഷും വിളിച്ചു പറയുകയാ. ഇത്തിരി നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചതേയുള്ളൂ, ദേ കിടക്കുന്നു താഴെ. കൊള്ളാം എന്ന് പറഞ്ഞ് നിൽപ്പാ സുധീഷും. രാവിലെ ആവുമ്പോൾ നികേഷ് ഡൈനിങ് ഹാളിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. ഹരീഷ് അരികെ തന്നെ കണ്ണാടിയിൽ നോക്കി മുടി റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന എന്നൊരു പാട്ട് കേൾക്കുന്നത്. അത് കേൾക്കെ അവരും അമ്പരപ്പോടെ പരസ്പരം ആരാ എന്ന് ചോദിക്കുമ്പോഴേക്കും ഗ്ലാസിൽ വെള്ളവും തളിച്ചുകൊണ്ട് സുധീഷ് അതുവഴി പാട്ടും പാടിക്കൊണ്ടുവന്ന് പൂജാ ഫോട്ടോയ്ക്ക് മുന്നിൽ ഗ്ലാസ് വെച്ച് പ്രാർത്ഥനയോടെ കൈകൂപ്പി പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അത് കാണെ ഹരീഷും ഇയാൾക്ക് ഇതെന്തു പറ്റി, രാവിലെ തന്നെ ഈശ്വര പ്രാർത്ഥന എന്ന് നികേഷിനോടായി ചോദിക്കുന്നുണ്ട്. സുധീഷും ഭക്തിഗാനത്തോടുകൂടി നിധി വരുന്നുണ്ടോന്നും ശ്രദ്ധിച്ച് വിളക്ക് കൊളുത്തിക്കൊണ്ട് പ്രാർത്ഥന തുടരുകയാ. അപ്പോഴേക്കും നിധി തന്റെ റൂമിന്റെ ഡോർ തുറന്നിറങ്ങി വരുന്നത് കണ്ട സുധീഷും തകർത്തഭിനയിച്ച് ഭക്തിഗാനം ആലപിക്കുമ്പോഴേക്കും അപ്പുറത്തു നിന്നും ഹരീഷ് കണ്ണ എന്ന് വിളിക്കുമ്പോൾ നികേഷ് എന്തോ എന്നും. അത് കാണെ സുധീഷ് അവരെ തന്നെ നോക്കി നിൽക്കുമ്പോൾ കണ്ണേട്ടാ എന്ന് ഹരീഷ് വീണ്ടും, എന്തോ എന്ന് നികേഷും. സുധീഷ് അവരോടായി എടാ ഈശ്വരൻ നിന്ന് പാടില്ല കേട്ടോ എന്ന് പറഞ്ഞ് വീണ്ടും കൈകൂപ്പിക്കൊണ്ട് ഈശ്വര ഭഗവാനെ ഈ വീട്ടിലെല്ലാവരെയും കാത്തുരക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിധിയെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് ഒരു കർപ്പൂരമെടുത്ത് കത്തിച്ച് ആരതി ഒഴിയുകയാണ് സുധീഷ്. തിരിയുമ്പോ പെട്ടെന്ന് നിധിയെ കണ്ട പോലെ അഭിനയിച്ച് ഭസ്മത്താലവുമായി അവളുടെ അടുത്തേക്ക് ചെന്ന് ഇതാ ഭസ്മം എന്ന് പറയുമ്പോഴേക്കും നിധി അതിൽ നിന്നെടുത്ത് ഭസ്മം തൊടുകയാ. സുധീഷ് നികേഷിന്റെ അരികിലേക്ക് നടന്നു ചെന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും എനിക്കിത്തിരി വിശ്വാസമൊക്കെയുണ്ട്, ഇതാ ഭസ്മം എടുത്തോളൂ എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നികേഷും ഭസ്മം എടുത്തു തൊടുകയാ. ഒരു സംശയം എന്ന് നികേഷ് പറയുമ്പോ എന്താണാവോ എന്ന് സുധീഷും. സുധീഷ് ആനന്ദ തിരുവടി സ്വാമികള് രാവിലെ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് കുളിച്ചോ ആവോ എന്ന് നികേഷിന്റെ ചോദ്യം കേട്ട് ഞെട്ടലോടെയും ദേഷ്യത്തോടെയും എന്താടാ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും നിധി അവന്റെ അരികിലേക്ക് ചെന്ന് അയ്യേ കുളിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോ കുളിച്ചു എന്ന് സുധീഷും.
ഏയ് ഇന്നലെ രാവിലെ കുളിച്ചതായെന്ന് ഹരീഷും ഞാൻ ഇന്നലെ രാത്രി കുളിച്ചതാണെന്ന് സുധീഷ് പറയുമ്പോ അയ്യേ എന്നിട്ടാണോ ഈ അതിക്രമം കാണിച്ചേ എന്ന് നിധിയും. അതിക്രമോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ ആ ഭസ്മത്തട്ട് അങ്ങോട്ട് കൊണ്ടുവച്ചേ, കുളിക്കാതെ വിളക്ക് കത്തിക്കുന്നു എന്ന് ചോദിക്കുമ്പോ ചമ്മലോടെ ഒത്തില്ല എന്ന് പറഞ്ഞ് പൂജാ ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് നടന്നു ചെന്ന് ഭസ്മത്തട്ട് അവിടെ വെച്ചുകൊണ്ട് ശുദ്ധി വേണ്ടത് മനസ്സിലാണല്ലോ ഭഗവാനെ, അല്ലാതെ ശരീരത്തിലല്ല, ഒന്ന് മനസ്സിലാക്കി കൊടുക്കും ഇവറ്റകൾക്ക് എന്ന് അവരെ ചൂണ്ടി പറയുമ്പോ അത് ഞങ്ങൾ മനസ്സിലാക്കിക്കോളാം. തൽക്കാലം ഒരു കാര്യം പറയാനുണ്ട്, ഇവിടെ വന്ന് നിക്കെന്ന് നിധിയും. ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വിളിക്കണമെന്ന് നിധി പറയുമ്പോ ഏത് പെൺകുട്ടിയുടെ എന്ന് നികേഷും. എടാ സുഭാഷ് ഏട്ടനെ മാട്രിമോണിയിൽ നിന്ന് കിട്ടിയ കണക്ഷൻ ഇല്ലേ, ആ കുട്ടിയുടെ വീട്ടിലേക്ക് വിളിക്കുന്ന കാര്യമല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോ അതെ എന്ന് നിധിയും. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ആര് സംസാരിക്കും എന്ന് നികേഷ് ചോദിക്കുമ്പോ അതിനെന്താ ഇത്ര സംശയം, ഞാൻ സംസാരിക്കുമെന്ന് സുധീഷും. അതോടെ ആ ബന്ധം പോവുകയും ചെയ്യും എന്ന് ഹരീഷ് പറയുമ്പോൾ സ്വാഭാവികം എന്ന് നികേഷും. പറഞ്ഞ പോലെ ഇത് വിടുവായിത്തം വിളമ്പാൻ വിളിക്കുന്നതല്ല എന്ന് നിധി പറയുന്നത് കേൾക്കെ വിടുവായിത്തോ ഞാനോ എന്ന് സുധീഷും. എന്താ സംശയം, നിങ്ങൾ സംസാരിച്ച എന്താ പറയാൻ പോകുന്നതെന്നൊക്കെ എനിക്കറിയാം എന്ന് നിധി പറയുമ്പോൾ എന്തറിയാം കേൾക്കട്ടെ എന്ന് സുധീഷും. കേട്ടോ എന്ന് പറഞ്ഞ് നിധി വെറുതെ മൊബൈൽ ചെവിയിൽ വെച്ച് ഹലോ ഞാൻ സുധീഷ സംസാരിക്കുന്നത്, സിറ്റിയിൽ ഒരു ട്രാവൽസ് കമ്പനിയൊക്കെ നടത്തുന്ന എന്ന് നിധി പറയുന്നത് കേൾക്കെ ചമ്മലോടെ നിൽക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുഭാഷിന്റെ വീട്ടുകാരോട് സംസാരിക്കാൻ അവർ അച്ഛനെ ഏൽപ്പിക്കുന്നതും പെണ്ണു കാണാനായി അവർ ഒരുങ്ങിയിറങ്ങുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.